പാറുവേ എന്തോ നീ ആക്രി ബുക്കറി ഒക്കെ എടുത്തിട്ടുണ്ട പരിപാടി? ആക്രിബുക്കർ എന്നല്ല, ഇത് നമ്മുടെ വീട്ടില് കുറച്ച് നല്ല ഉപകാരമുള്ള സാധനങ്ങളാണ്. അതെല്ലാവർക്കും ഒന്നും അറിയണമെന്നില്ല. അപ്പം അത് നമ്മുടെ ആൾക്കാർക്കൊന്ന് പരിചയപ്പെടുത്താന്ന് വെച്ചു. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇതാണ് നമ്മുടെ വീട്ടിലെ പഴയ ബോട്ടിൽ ബ്രഷ് ക്ലീനർ. അത് കണ്ടോ, ഈയോ ഇത് കോലം കണ്ടോ, കൊള്ളയല്ലോ. അതുമല്ല നമ്മുടെ നാല് ഭാഗത്ത് നല്ല വൃത്തിയാവത്തുമില്ല. ഇതിന് പകരം ഞാൻ കണ്ടുപിടിച്ചതാണ് ദേ ഇവന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, റബ്ബറാണ് മെറ്റീരിയൽ വരുന്നത്. പെട്ടെന്നൊന്നും ചീത്തയാവത്തില്ല. നമ്മുടെ പല്ല് വെക്കുന്ന ബ്രഷില്ലേ, അതേപോലെ തന്നെ അതിൻ്റെ പല്ലുണ്ട്. ജസ്റ്റ് ഇതേ ഇങ്ങനെ കിട്ടാം. എന്നിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാം. ഇങ്ങോട്ട് നോക്കിക്കേ, നല്ലപോലെ വൃത്തിയാവുന്നുണ്ട്. ഇനി അടുത്ത പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതെന്താണെന്നറിയാമോ? ഇത് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യാം, അതായത് രണ്ട് സൈഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പോൾ സ്റ്റൗവിലേക്ക് ഒരു കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കറി ഇളക്കുന്നു, ജസ്റ്റ് നമ്മുടെ തവി ഇങ്ങോട്ട് നമ്മൾ എടുത്ത് വെക്കുക. ഒരു പാത്രത്തിലോട്ടാവണമെന്നില്ല, സ്റ്റൗവിലോട്ടായിരിക്കും. അപ്പോൾ സ്റ്റൗവും വൃത്തികേടാവും, നമ്മൾ ഉള്ള അഴുക്ക് മുഴുവൻ നമ്മുടെ കറിയിലോട്ടോ ഫുഡിലോട്ടോ ആവുകയും ചെയ്യും. ഇതിന് പകരമാണിത്. ഇപ്പോൾ തവിയൊക്കെ ഇറക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ട് തന്നെ ഇങ്ങനെ തവി എടുത്ത് വെക്കാം. ഇപ്പോൾ കാണിക്കാനായിട്ട് ഇങ്ങനെ വെക്കാം. പിന്നെ ഈ സൈഡിൽ നമുക്ക് മുടി വെക്കുന്ന ആ മുടി നമുക്ക് ഇങ്ങനെ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഇതുകൊണ്ട് നമുക്ക് രണ്ട് ഉപയോഗമുണ്ട്. ഇത് ഒട്ടും മിക്കവർക്കും അറിയാവുന്ന സാധനമായിരിക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരയിലേക്ക് വെള്ളം പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. പക്ഷെ ഇത് ഒരു ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് മുഷിയും. പിന്നെ അതുമല്ല മഴയത്ത് ഇത് ഉണങ്ങാനും പാടാം. അപ്പോൾ ഒരു മുഷിഞ്ഞ മണമൊക്കെ നമുക്കറിയും. അതിന് പകരത്തട്ടത്തിൽ ഇതാണ് ഇത് കാണാവോ? ഇത് പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും, വെള്ളം അബ്സോർബ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ മുഷിഞ്ഞ മണമൊന്നും വരത്തില്ല. നമുക്ക് ഒത്തിരി കാലം യൂസ് ചെയ്യും. ഇതിനകത്ത് ഒത്തിരി റോളുണ്ട്, കണ്ടാൽ തന്നെ അറിയാലോ. ഇതറിയാലോ, ഇത് നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും പരിചയമുള്ള സ്ക്രബറാണ്. ഇത് നമ്മൾ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പരുവാകും. ഇതിനേക്കാളും കഷ്ടമാവും. ഇത് പൊടിയാൻ തുടങ്ങുക, നമ്മുടെ കൈ മുറിയാനൊക്കെ ചാൻസ് ഉണ്ട്. വേസ്റ്റ് എല്ലാം ഇരിക്കുന്നുണ്ടോ, ഇങ്ങനെ കയറി അറിഞ്ഞിരിക്കും. അപ്പം ഇത് വൃത്തികേടാവും, ഇത് വെക്കുന്ന സ്ഥലം വൃത്തിയാവും, എല്ലാം വൃത്തികേടാവും. അതിന് പകരം ഉള്ളതാണ് ഇത് സോഫ്റ്റ് ആണ്. നമ്മുടെ കൈ മുറിയത്തൊന്നുമില്ല, നമുക്ക് ഡാമേജ് ഒന്നും വരത്തില്ല. നമ്മുടെ പാത്രമെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആവുകയും ചെയ്യും. പെട്ടെന്ന് നമുക്ക് ഉണങ്ങിയെടുക്കുകയൊക്കെ ചെയ്യാം. ബ്ലെൻഡർ ഇങ്ങനെ അടച്ച ചെയ്യും. ഇതാണ് ബ്ലെൻഡർ. ഇത് നമ്മളിങ്ങനെ അടിച്ചടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൈക്കൊക്കെ നല്ല വേദനയായിരിക്കും. അതിന് പരിഹാരമായിട്ടാണ് ഞാൻ ഈ സ്മോൾ ബ്ലെൻഡർ, ഇലക്ട്രിക് ബ്ലെൻഡർ വാങ്ങിച്ചത്. ഇത് എന്താണ്ട് 300-400 ആ റേഞ്ചായി വരുന്നുള്ളൂ. നമ്മൾ പ്ലഗ് കുത്തുക, സ്വിച്ച് ഇടുക. നമുക്ക് മോഡ്സ് ഉണ്ട്, ഇവിടെ പല മോഡിലുണ്ട്. നമ്മളിത് കയറ്റി വയ്ക്കുക, നമ്മുടെ ആവശ്യത്തിന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അടുത്ത മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഈ പാത്രം കഴിയുന്ന സിങ്കിലെ അടിയിലുള്ള നമ്മുടെ ഡ്രെയിനർ നിറഞ്ഞ് അത് ഫില്ലാവും. ഇതുപോലെ വേസ്റ്റ് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് വെള്ളമാവും. അപ്പോൾ ഇവിടെ ബ്ലോക്ക് ആവും, പിന്നെ അടി ലീക്കാവും, അങ്ങനെ മൊത്തം പ്രശ്നമാവും. അപ്പോൾ അതിന് നമ്മൾ കണ്ടുപിടിച്ച സൊല്യൂഷനാണ് സിങ്ക് ഡ്രെയിനർ എന്ന് പറഞ്ഞുകൊണ്ട്. നമുക്ക് വേസ്റ്റ് എല്ലാം ഇതിനകത്ത് വിടുകയും ചെയ്യാം, താഴത്തെ വേസ്റ്റ് വീഴത്തുമില്ല, നമ്മുടെ വാഷ് ഏരിയ ബ്ലോക്ക് ആവത്തുമില്ല. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ക്ലിപ്പ് പോലെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ കവർ പൊട്ടിച്ച് ഓരോ സാധനങ്ങൾ വെക്കുകയല്ലേ, എന്നിട്ട് ചിലപ്പോൾ നമ്മളിത് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ വെക്കും. അപ്പോൾ ഇതിനകത്ത് കാറ്റ് കയറാനുള്ള ചാൻസ് ഉണ്ട്, റബ്ബർ ബാൻഡ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് പരിഹാരമായിട്ട് ഇതിനെ ഇതുപോലെ കൂട്ടി പിടിക്കുക, എന്നിട്ട് ഈ ക്ലിപ്പ് ഇങ്ങനെ ഇടുക. ഇവിടെ ലോക്കുണ്ട്, ഇങ്ങനെ ലോക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തൊന്നും സാധനം പോത്തുമില്ല, എയർ ടൈറ്റ് ആവും ഇത്. അങ്ങനെ നമ്മൾ ഇനി അടുത്ത പ്രൊഡക്റ്റിലോട്ട് പോകാം. നമ്മുടെ വീട്ടിലെ എല്ലാവരുടെയും പ്രശ്നമാണ് നമ്മുടെ പാനയിലേക്ക് അപ്പടി പൊടിയാവും. നമ്മൾ മറ്റേ നോർമൽ തുണി കൊണ്ട് എത്താന്ന് വെച്ചാൽ നമുക്ക് എത്തില്ല. നമ്മൾ ബെഞ്ചിനോ ഡെസ്കിനോ കസേരയെല്ലാം വലിയ ചടങ്ങായിരിക്കും. അപ്പം അതിന് പകരം ഞാൻ കണ്ടെത്തിയതാണ് ഈ സാധനം. ഇതിൻ്റെ കമ്പി പുറത്തുണ്ട് കേട്ടോ. ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്, ഇങ്ങനെ വലിഞ്ഞ് നീട്ടാവുന്നേ ഉള്ളൂ. ഇത് അറ്റാച്ച് ചെയ്യുക. നമുക്കിത് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ വളയ്ക്കാൻ പറ്റും. ഇത് നമുക്ക് ഫാനിൽ കൂടെ ഇങ്ങനെ ജസ്റ്റ് ഓടിച്ചാൽ മതി, ഫുള്ള് പൊടി ഇതിലായിക്കോളും. നമുക്കിതെടുത്ത് ക്ലീൻ ആക്കാനും സൗകര്യമുണ്ട്. നമ്മുടെ അടുക്കളയിൽ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നോൺ സ്റ്റിക്ക് ഇളകി പോകുക എന്നുള്ളത്. അതിന് മെയിൻ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന തവികളാണ്. നമ്മൾ സ്റ്റീൽ തവികളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് മെയിനായിട്ട് ഇളകി പോകുന്നത്. അതിന് പരിഹാരം വുഡിൻ്റെ തടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ വാങ്ങിച്ചേക്കുന്നത് നമുക്ക് ഒരു സെറ്റായിട്ട് ഇട്ടേക്കുന്നതാണ്. ഇതിനെ കുഴിവൻ തവി അത് ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും നമ്മുടെ കൈ കിട്ടുള്ളൂ, ബാക്കിയെല്ലാം അപ്പുറത്തിരിപ്പുണ്ട്. ഇതെല്ലാം ഉപയോഗിക്കാം. ഇതാണ് നമ്മുടെ അടുത്ത സാധനം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രയർ തന്നെ കേട്ടോ. ഇതിന് കുറേ ഹോളുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകാം. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ
ചെരിച്ചാൽ മതി. വെള്ളമെല്ലാം ഇപ്പോൾ ഒഴുകി പോവുകയും ചെയ്യും. നമ്മുടെ അകത്ത് അരിയാണെങ്കിൽ അരിയൊക്കെ ഇതിനകത്ത് തന്നെ കിടക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ അല്ലാണ്ട് പാത്രത്തിൽ കഴിയുന്ന ഇങ്ങനെ കൈകൊണ്ട് വാരി കഴിയുമ്പോഴത്തേക്ക് കുറേ അരി നിലത്ത് കിടക്കും. അല്ലെങ്കിൽ മുന്തിരിങ്ങ കഴുകുവാണെങ്കിൽ മുന്തിരിങ്ങ കുറേ വെളിപ്പാവും. അങ്ങനെ മൊത്തം പ്രശ്നമായിരിക്കും. ഇത് പാത്രമൊന്നുമില്ല, ജസ്റ്റ് ചെരിച്ചു കൊടുത്താൽ മതി. വെള്ളം താഴോട്ട് പോവുകയും ചെയ്യും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതിനകത്ത് കിടക്കുകയും ചെയ്യും. ഇതാണ് ഞാൻ പിച്ചാത്തി മുറിച്ചാണ്ട് ഉപയോഗിച്ചിരുന്ന ഷാർപ്പനർ. ഇതിങ്ങനെ ഒരച്ചൊരച്ചൊരച്ച് നമ്മുടെ കൈക്കും വേദന. ഞാൻ കത്തി ഒരു രീതിയായി പോകും, കത്തിയെല്ലാം ശരിയാകും, ഒരു രീതിയായി പോകും. അതിന് പകരം ഞാൻ കണ്ടുപിടിച്ചതാണ് ഇവനെ നമ്മളിങ്ങനെ ജസ്റ്റ് വെക്കുക, കത്തി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഒരയ്ക്കുക. അപ്പം നമ്മുടെ കത്തിക്ക് മുറിച്ചാവും, കത്തിക്ക് കേടുപാടുകളില്ല, നമ്മുടെ കൈക്കും പ്രശ്നമില്ല. പിന്നെ നമ്മുടെ അടുക്കളയിലോട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് ഞാൻ വാങ്ങിച്ചേക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഈ ഓയിൽ ബോട്ടിലാണ്. നമ്മളൊരു ഡപ്പയ്ക്കകത്ത് എണ്ണ ഒഴിച്ച് അതിന് നമ്മുടെ പാത്രത്തിലോട്ട് പകർത്തുന്നതായിരുന്നു രീതി. അപ്പോഴത്തേക്ക് പാത്രത്തിലോട്ട് പകർത്തുമ്പോൾ തന്നെ പകുതി എണ്ണ പാത്രത്തിൽ വീഴും, പകുതി നേരത്തും വീഴും. അത് മെയിൻ ഒരു പ്രശ്നമായിരുന്നു. കുപ്പി അഴുക്കാവും, മൊത്തം എണ്ണയും താഴെ വീണും, മൊത്തം അലമ്പായിരുന്നു. അതിന് പകരം ഞാൻ വാങ്ങിച്ചാണത് ഇത് ഇങ്ങനെ തുറക്കുക, ഇതിനകത്തോട്ട് എണ്ണ ഒഴിക്കുക, അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഈ നെറ്റിലെ പിടിച്ച് ഒറ്റ തുറക്കാം. എന്നിട്ട് ഇങ്ങനെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിലൂടെ എണ്ണ വരും. എന്നിട്ട് നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ നമുക്കിത് അടച്ചു വെക്കാൻ പറ്റും. ഇത് എയർ ടൈറ്റ്, സൗണ്ട് കേട്ടോ അറിയുന്നതിൻ്റെ, എയർ ടൈറ്റ് ആയിട്ട് അവിടെ ഇരുന്നോളൂ. എണ്ണയും ലീക്കാവത്തില്ല, നമ്മുടെ കുപ്പിയും ചീത്തയാവത്തില്ല, നമ്മുടെ ഗ്യാസിൻ്റെ സ്ഥലങ്ങളൊന്നും വൃത്തിയാടാവില്ല. പയറ്, സവോള അതൊക്കെ കയറ്റി വെക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതായത് കത്തി ഉപയോഗിക്കുന്നതിന് പെട്ടെന്ന് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഇത്രയും നമ്മുടെ അടുക്കളയിലോട്ട് നമ്മൾ വാങ്ങിച്ചേക്കുന്ന പ്രൊഡക്റ്റുകളാണ്. മിക്കതും നമുക്ക് ഉപയോഗങ്ങളാണ്, മിക്കതല്ല എല്ലാ വീട്ടിലും ഇതൊക്കെ കാണണമെന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. താല്പര്യമുള്ളതൊക്കെ വാങ്ങിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റാ.